ഈ രേണുസുതി വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിന്നോടൊക്കെ എന്ത് തെറ്റാടാ അവര് ചെയ്തത്? നിന്റെയൊക്കെ വീട്ടിൽ കയറി കളിച്ചോ? നിന്റെയൊക്കെ അമ്മയോ പെങ്ങളെയോ നിന്റെയൊക്കെ ഭർത്താക്കന്മാരെയോ കാമുകന്മാരെയോ പിടിക്കാൻ വന്നോ? ഒന്നും ചെയ്തില്ലല്ലോ. രേണുസുതിക്കെതിരെ ഇപ്പൊ രേണുസുതി ഒരുത്തിനെതിരെ പരാതി കൊടുത്തു, ഒരു അതുൽ വ്ലോഗ്സ്. അവൻ എന്താ മാന്യമായിട്ടാണോ? അവൻ ഒരാളെ കുറിച്ച് മാന്യമായിട്ടല്ല സംസാരിക്കുന്നത്. അവൻ വളരെ മ്ലേച്ഛകരമായിട്ട് മലയാള ഭാഷയാണ് അവൻ ഉപയോഗിക്കുന്നത്. തെറിയൊന്നും അവൻ ഉപയോഗിക്കാറില്ല. പക്ഷെ അതിന്റെ ഏറ്റവും തറ വേർഷനാണ് അവന്റെ ചാനലിൽ നിന്ന് ഉപയോഗിക്കുന്നത്. രേണുസുതിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനും ഹിസ്റ്ററി ചെകഞ്ഞെടുക്കാനും നീയൊക്കെ എന്തോന്നാണ് ചാരന്മാരോ മൊസാദോ അതൊന്നും അല്ലല്ലോ. അവര് ഈ പറയപ്പെടുന്ന രാജ്യദ്രോഹിയല്ല. അവർ ഈ പറയുന്ന പോലെ ആരുടെയും ഫാമിലി കയറി അവരുടെ ലൈഫ് തകർക്കാൻ ചെന്നിട്ടില്ല. ആരുടെയും വീട്ടിൽ പൈസയ്ക്ക് വേണ്ടി തെണ്ടി ചെല്ലാറില്ല. അവർ അന്തസ്സായിട്ട് അവർക്ക് അറിയാവുന്ന ഒരു പണി ചെയ്ത് ജീവിക്കുന്നു. നിനക്കൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ കാണണ്ടേ? നിന്റെയൊക്കെ പരിസ്ഥിതി ഇപ്പൊ ഒരുത്തി വരാറുണ്ട്. രേണുസുതിയുടെ രണ്ടാമത്തെ വൈഫ്, മൂന്നാമത്തെ വൈഫ്, പിന്നെ കുറെ അയൽവാസികളുടെ വീഡിയോ ക്ലിപ്പുകൾ, വീഡിയോ ബൈറ്റ്സുകൾ എന്നൊക്കെ പറഞ്ഞ് ഇത് മാത്രം എന്ത് തെറ്റാണ്, എന്ത് ദ്രോഹമാണോ നിന്നോടൊക്കെ രേണുസുതി ചെയ്തത്? എങ്കിൽ പോയി അവരെ സഹായിക്കണേ. ഇത്രയൊക്കെ പിന്നെ പ്രതിഷേധമുള്ളവർ എന്തിനാണ് അവരുടെ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നത്? അവരെ വെച്ച് കുറെ കാശൊക്കെ ഉണ്ടാക്കിയില്ലടാ നീയൊക്കെ. അത് തന്നെയല്ലേ നീക്ക് ഇപ്പോഴും ചെയ്തിട്ട്? നാണോ അന്തസ്സും അല്പമെങ്കിലും മാനം ഉണ്ടോടാ നിനക്കൊക്കെ? അവരെ വെച്ച് ഇത്രയൊക്കെ വിറ്റ് കാശാക്കിയിട്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. നിനക്കൊക്കെ സീരിയസ് ആയിട്ട് കേസ് കൊടുക്കൂടാ രേണുസുതി. അന്നൊക്കെ നീ പഠിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനി അത് യൂട്യൂബിനും ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും ഒരു കത്തെഴുതണമെന്നാണ് ഞാൻ പറയുന്നത്. നിന്റെയൊക്കെ മറ്റേ ഈ വർത്താനം ഉണ്ടല്ലോ അതങ്ങ് നിൽക്കും.